നാളമ്പല തീർത്ഥാടനം കൊണ്ട് പ്രശസ്തമായ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കൂടൽമാണിക്യ ഭരതസ്വാമി ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം, നാട്ടിക നിയോജക മണ്ഡലത്തിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, അങ്കമാലി നിയോജക മണ്ഡലത്തിലെ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന് തോമസ് ഉണ്ണിയാടൻ എം.എൽ.എ സന്ദർശനം നടത്തി. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലേക്ക് ഒരേ പകൽ ദർശനം നടത്താൻ 10,000-കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കഴിഞ്ഞ ബജറ്റിൽ തോമസ് ഉണ്ണിയാടൻ എം.എൽ.എ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ 4 ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള നാലമ്പല തീർത്ഥാടന പാക്കേജിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 10 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരായ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ എം.എൽ.എ പറഞ്ഞു. തീർത്ഥാടനത്തിനിടയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഇടത്താവളങ്ങളും പാക്കേജിലുണ്ടാകും. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ താൻ എം.എൽ.എ ആയിരിക്കെ നേടിയെടുത്ത 4 കോടി രൂപ ഉപയോഗിച്ച് ഈ 4 ക്ഷേത്രങ്ങളിലും നടപ്പാത, വിശ്രമകേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തിരുന്നു. നാലമ്പല തീർത്ഥാടനത്തെ രാജ്യത്തിന്റെ തീർത്ഥാടന ഭൂപടത്തിൽ ഇടം നേടിക്കൊടുക്കുകയാണ് തന്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. നമ്മുടെ KK ചേട്ടൻ തകർക്കാണല്ലോ. ഹമാര ചോയ്സിലെ ഓണത്തിന് സ്കൂട്ടർ, ഗോൾഡൻ നെക്ലസ്, മലേഷ്യൻ ട്രിപ്പ്, ഗോൾഡ് കോയിൻസ്, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് ഗോൾഡ് ബുക്കിംഗും ചെയ്യാം. സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, സിറ്റി സെന്റർ, തൃശൂർ.